സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി ഉയരത്തിൽ പ്രകൃതി ഒരുക്കിയ മനോഹര കാഴ്ച. ഭൂമിയുടെ നെറുകയിൽ തലപ്പാവണിഞ്ഞു നിൽക്കുന്ന കൂനങ്കല്ലും കുടക്കല്ലും, അതിനടിയിലെ നരകപ്പാലം. മധ്യ കേരളത്തിലെ അത്ഭുതങ്ങളിലൊന്നാണ് ഈ ഇല്ലിക്കൽ കല്ല്. ഇല്ലിക്കൽ കല്ല് മാത്രമല്ല, അത് കാണാൻ തൊട്ടടുത്ത് മലയുടെ രൂപത്തിൽ ഒരു ഗ്യാലറി കൂടി പ്രകൃതി ഒരുക്കി എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇടയ്ക്കിടെ വന്നു പോകുന്ന കുഞ്ഞുമഴയും കോടമഞ്ഞുമെല്ലാം ഇവിടെ എത്തുന്നവർക്ക് പുതിയ അനുഭൂതി തന്നെ നൽകുന്നു. നമ്മൾ 3 ജില്ല കടന്നിട്ടാണ് ഇവിടെ ഇല്ലിക്കൽ കല്ല് വന്നിട്ടുള്ളത്. പൊളി ചില്ല് വൈബാണ്, സൂപ്പറാണ്. ഞങ്ങൾ ആദ്യമായിട്ട് വരികയാണ് ഇല്ലിക്കൽ കല്ല്. വാഗമണ്ണ് പോയിട്ട് വരികയാണ്. ഇവിടെ നല്ല വൈബാണ്, നല്ല ഉഷാറാണ്. ഇല്ലിക്കൽ കല്ലിനെ കുറിച്ച് പലവിധ ആശങ്കകളാണ് പ്രചരിച്ചിരുന്നത്. ഇത് വിശ്വസിച്ച പലരുമുണ്ട്. ആളുകൾ നമുക്ക് പറയുന്നുണ്ട് കല്ലിന് ചെറിയൊരു വിളർച്ച ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഡേഞ്ചർ സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. ഭൂമിക്ക് എന്തെങ്കിലും കുലുക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ കല്ല് ഉറപ്പായിട്ട് താഴോട്ട് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. കല്ലുകൾ തമ്മിലുള്ള അകലം കൂടി എന്നതാണ് പ്രധാന പ്രചരണം. ഇതുമൂലം ഏത് സമയം വേണമെങ്കിലും അപകടമുണ്ടാകാമെന്നും പ്രചരണം നടന്നു. ഇതോടെ ജില്ലാ കളക്ടർ ഇടപെട്ട് ജിയോളജി വകുപ്പിനെ കൊണ്ട് സ്ഥലത്ത് പരിശോധന നടത്തി. പരിശോധനയിൽ കണ്ടെത്തിയത് ഇതാണ്. കളക്ടറുടെയും ജിയോളജി വിഭാഗത്തിൻ്റെയും ശ്രദ്ധയിലേക്ക് അത് പെടുത്തുകയും അവരത് പരിശോധിച്ചതിന് ശേഷം മുമ്പിനാലെ ഉള്ള ആ ഒരു വിള്ളലും ആ സ്ഥിതിയുമല്ലാതെ പുതുതായി എന്തെങ്കിലും അപകടകരമായ ഒരു സ്ഥിതി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും, വിള്ളൽ വർദ്ധിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ സുരക്ഷിതത്വത്തിന് ഇപ്പോൾ ഉള്ള സ്ഥിതിക്ക് കൂടുതൽ ദോഷകരമാവുന്ന ഒരു സാഹചര്യം ഇല്ല എന്നാണ് ജിയോളജി വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത്. എങ്കിലും കൂടുതൽ വിശദമായ പഠനം നടത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലിക്കക്കല്ല് വളരെ ഒരു മോശം സ്ഥിതിയിലാണ് മുമ്പ് മുതൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സുരക്ഷിതത്വം പാലിച്ചുകൊണ്ട് മാത്രമാണ് സഞ്ചാരികളെ അവിടെ പ്രവേശിപ്പിക്കാൻ അനുവദിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കൃത്യമായ അതിനാവശ്യമായ പഠനം ദുരന്ത നിവാരണ വകുപ്പുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ജിയോളജി വകുപ്പുമായി ബന്ധപ്പെട്ടും റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ആവശ്യമായ പഠനങ്ങൾ നടത്തി അവിടേക്ക് എത്തിച്ചേരുന്ന സഞ്ചാരികളുടെ സുരക്ഷിതത്വത്തിന് ഏറ്റവും പ്രഥമ പരിഗണന നൽകിക്കൊണ്ടുള്ള തുടർ നടപടികൾ ഉണ്ടാവും. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തായാലും പ്രചരിച്ച കാര്യങ്ങളിലൊന്നും വസ്തുതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നടത്തിയ പഠനത്തിൽ വ്യക്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്ക് ഭയമില്ലാതെ ഇല്ലിക്കൽ കല്ലിലേക്ക് എത്താം. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18.